ഇന്ന് നമുക്ക് ദൈവം തരുന്ന സന്ദേശം ഇതാണ്. കർത്താവിൽ ആശ്രയിക്കുക. പ്രഭാഷകൻ 2-ാം അധ്യായം. എൻ്റെ മകനെ, നീ കർത്തൃശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. ആപത്തിൽ അടിപതറരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യമായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവിൻ. വീഴാതിരിക്കാൻ വഴിതെറ്റരുത്. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ ആശ്രയിക്കുവിൻ. പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. കർത്താവിന്റെ ഭക്തരെ, ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവിൻ. കഴിഞ്ഞ തലമുറകളെപ്പറ്റി ചിന്തിക്കുവിൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. ഭീരുത്വം നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസകരങ്ങൾക്കും കപടജീവിതം നയിക്കുന്ന പാപികൾക്കും കഷ്ടം. ദുർബല ഹൃദയർക്കും ദുരിതം. എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല. അവർ അരക്ഷിതരായിരിക്കും. ക്ഷമകെട്ടവർക്ക് ദുരിതം. കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കുകയില്ല. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കിവെക്കും. അവിടുത്തെ മുമ്പിൽ വിനീതരായിരിക്കുകയും ചെയ്യും. നമുക്ക് മനുഷ്യകരങ്ങളിലല്ല, കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. അതെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവിനെ ആശ്രയിക്കുക. കർത്താവിനെ ആശ്രയിക്കുന്ന ഒരാളും പരിത്യക്തനായിട്ടില്ല. ദൈവം അവിടുത്തെ ആശ്രയിക്കുന്നവരെ, അവരോടൊപ്പം ദൈവമുണ്ട്. അവർക്ക് വേണ്ടി ദൈവം എല്ലാം ചെയ്തു കൊടുക്കും. കഷ്ടതയുടെ നാളുകളിൽ ദൈവം നമ്മോടുകൂടെ ഉണ്ടായിരിക്കും. ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കാൻ ദൈവം ഇതാ നോക്കിയിരിക്കുന്നു. ദൈവം നമ്മിൽ തന്നെ വസിക്കുന്നു. കർത്താവിൽ നമുക്ക് ആശ്രയിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോ പ്രതീക്ഷകൾക്കും നമ്മുടെ ഓരോ പ്രത്യാശകൾക്കും നമ്മുടെ കഷ്ടതകളിലും നമുക്ക് നമ്മുടെ ദൈവത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും അവിടുത്തോട് നന്ദി പറഞ്ഞ് നമ്മുടെ ജീവിതം ജീവിക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മുടെ ജീവിതം ധന്യമായി തീരും.